പാകിസ്ഥാനിൽ 13ഓളം പട്ടാളക്കാർ പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരായ 13 പേരാണ് ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. പക്ഷെ എന്തായാലും ഇന്ത്യയല്ല അതിനു പിറകിൽ. അതിൽ ലോകരാജ്യങ്ങൾക്കാർക്കും സംശയവുമില്ല. പാകിസ്ഥാൻ അകത്തു നിന്ന് തന്നെയാണ് ഈ പട്ടാളക്കാർക്കെതിരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനകത്തെ ആഭ്യന്തര വിഷയങ്ങൾ അതീവ രൂക്ഷമാകുന്നു എന്ന് വേണ്ടേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? പാകിസ്ഥാനകത്ത് ആഭ്യന്തര വിഷയങ്ങൾ വളരെ രൂക്ഷമാണ്. ഇപ്പൊ ഇതിനകത്ത് പല ആ, പട്ടാളക്കാരെ ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ പല ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഇത് ഏറ്റെടുക്കാറുണ്ട്. പക്ഷെ ഇത് ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ഇതൊരു ചാവേർ ബോംബ് ആക്രമണമാണെന്നാണ് അറിയുവാൻ സാധിക്കും. അതായത് പാകിസ്ഥാന്റെ പട്ടാള വാഹനത്തിലേക്ക് ഒരു വണ്ടി ഇടിച്ചു കയറ്റി ഒരു ചാവേർ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനകത്ത് കിട്ടുന്ന വിവരം അനുസരിച്ച് 13 പട്ടാളക്കാർ മരിച്ചു എന്ന് പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. കാരണം സാധാരണ പാകിസ്ഥാൻ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ 13 എന്നുള്ളത് നമ്മൾ മിനിമം ഒരു 50 പേരെങ്കിലും കണക്കും. അതുപോലെ പ്രാദേശികവാസികൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഒക്കെ പൊട്ടിത്തെറി ഉണ്ടായി. ഈ 2ഓളം വീടുകൾ തകർന്നു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് കൂടി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പം വരുന്ന വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് പാകിസ്ഥാനകത്ത് ബലൂചിസ്ഥാൻ മേഖല, ഈ പറയുന്ന പോലെ ഖൈബർ പത്തുങ്ക മേഖല, അതുപോലെ സിന്ധ് മേഖല എന്നിവിടങ്ങളിലൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ആഭ്യന്തര പ്രശ്നവും അല്ലെങ്കിൽ അത്തരത്തിൽ ആഭ്യന്തര കലാപവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ബലൂചിസ്ഥാൻ മേഖല കഴിഞ്ഞ ദിവസം SOE മീറ്റിനകത്തൊക്കെ പാകിസ്ഥാൻ പറഞ്ഞു അതിനകത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. അതിനകത്ത് ഈ പറയുന്ന ഭീകരവാദം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അവരാണ്, അതിന്റെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം, മറ്റാരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിലാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഇത്തരത്തിൽ ആഭ്യന്തര തെഹ്ലീക്കെ താലിബാൻ ഇപ്പൊ ഈ വിഷയത്തിനകത്ത് TTP തെഹ്ലീക്കെ താലിബാൻ എന്ന് പറയുന്ന ഈ പറയുന്ന താലിബാന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ മൊത്തത്തിൽ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന, പാകിസ്ഥാന്റെ ഭരണം പോലും അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് സ്വാധീനം ഉള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറി നടന്ന പ്രദേശം. അവർ ഇതിനു മുമ്പ് പലപ്പോഴും അവരാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളതെന്ന് പറഞ്ഞ് പലപ്പോഴും പട്ടാളക്കാരെ കൊല്ലുകയും പട്ടാള പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലം. അപ്പൊ അവർ പക്ഷെ ഏറ്റെടുത്തിട്ടില്ല. അവരാവാനാണ് വടക്കൻ വസീറിസ്ഥാൻ മേഖലയിലെ ഖദീബ് മേഖലയാണ് ഈ പറയുന്നത് പോലെ ചാവേർ ആക്രമണത്തിൽ ഇപ്പൊ ഈ പറയുന്ന ചാവേർ ആക്രമണം നടന്നത്. അപ്പം മാത്രമല്ല ഇപ്പം TTP എന്ന് പറയുന്ന തെഹ്ലീക്കെ താലിബാൻ അല്ലെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാകിസ്ഥാൻ ഭരണം പോലും അവർക്ക് വേണമെന്ന് പറയുന്ന ഈ വിഭാഗം, അവർക്കപ്പുറം ഇനി വേറെ വല്ലതും അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം പാകിസ്ഥാനിൽ ഈ പറയുന്ന ഓരോ ദിവസവും ഓരോ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉദയം ചെയ്യുകയും അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അവന്മാർ ഈ ഇതുപോലെ പണി കാണിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയെടുക്കുന്ന, പുതിയ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നത്, ഇത് ലോകത്തുടനീളം ത്രട്ടാവുന്നതും ഒക്കെ ആയിട്ടുള്ള രാജ്യം. അപ്പൊ ബലൂചിസ്ഥാൻ മേഖല പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ തെഹ്ലീക്കെ മേഖല നിൽക്കുമ്പോൾ ഇതിനകത്തൊരു വലിയ പ്രശ്നം പാകിസ്ഥാൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ പട്ടാളക്കാർക്കും പട്ടാള പോസ്റ്റുകൾക്കും ഒന്നും അവിടെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയുണ്ട്. ഒന്നാമതെ പാകിസ്ഥാൻ ഈ സിന്ധൂരിന് ശേഷം കൂടുതൽ ക്ഷയിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ സാമ്പത്തിക ക്രമവും അല്ലെങ്കിൽ നമ്മൾ എടുത്ത നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും അനുസരിച്ച് അവിടെ വളരെ വലുത് ഓരോ ദിവസവും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾ ഉൾപ്പെടെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പട്ടിണിയും സമ്പത്തില്ലായ്മയും അല്ലെങ്കിൽ വിലക്കയറ്റവും ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥയിൽ, ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ജനങ്ങൾ പോലും ഗവൺമെന്റിനെതിരായിട്ട് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വിളയാടുന്നതിനും അവരുടെ ഭാഗമായിട്ട് ആൾക്കാരെ കൂട്ടുന്നതിനും വേണ്ടി സാധിക്കുകയും ചെയ്യും. കാരണം എന്താണെന്നറിയാം, ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇതിന്റെ പുറകിലൊക്കെ വേറെ രാജ്യങ്ങളുണ്ടാവും, പാകിസ്ഥാനെതിരെ നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചാൽ വേറെ ചില താല്പര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന ശത്രു രാജ്യങ്ങളുണ്ടാവും. അപ്പൊ അവർക്ക് ഫണ്ടിനോ അവരുടെ കാര്യങ്ങൾക്കോ അവർക്ക് മറ്റ് നടത്തിപ്പിനോ ഒന്നും പ്രശ്നമില്ലാതെ വരുമ്പോൾ അവരുടെ കൂടെ കൂടിയാൽ ഭക്ഷണം കഴിക്കാനും അല്ലെ സുഖമായിട്ട് ജീവിക്കാനും അല്ലെ സുരക്ഷിതമായിട്ട് ജീവിക്കാനും ഒക്കെ കഴിയുന്നതുകൊണ്ട് ഇത്തരത്തിൽ ബലൂചിസ്ഥാനിലേക്ക് പാക് പട്ടാളം രാജിവെച്ചിട്ട് വരുന്നു, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കക്ഷികൾ ബലൂചിസ്ഥാൻ മോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിൽ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തെഹ്രീക്കെ താലിബാൻ, അതുപോലെ താലിബാന്റെ ഈ ഭാഗമായിട്ട് അവരുടെ കുറെ പ്രദേശങ്ങൾ ബോർഡറിൽ വലിയ വിഷയമാണ്. കാരണം അത് നേരത്തെ ഇപ്പോഴല്ല, താലിബാൻ വന്നതിന് മുമ്പുള്ള ഭരണമുള്ള സമയത്തും ഈ പറയുന്ന ബോർഡറുകൾ യഥാർത്ഥ ബോർഡറല്ല, അന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വെച്ചിരുന്ന ബോർഡർ അല്ല, ഞങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് താലിബാൻ
അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടത്തുന്നുണ്ട്. അതിന്റെ കൂടാണ് തെഹരീക്കെ താലിബാൻ, അതിന്റെ കൂടാണ് ബലൂചിസ്ഥാൻ. അപ്പൊ ഇതിനകത്ത് സിന്ധ് മേഖലയിൽ ഉള്ള സ്വാതന്ത്ര്യം പോരാളികളുണ്ട്. ഇപ്പൊ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവരെല്ലാം പല ഗ്രൂപ്പുകളായിട്ടും പല വിങ്ങുകളായിട്ടും ഒക്കെ നിന്ന് പോരാടിയിരുന്ന സ്ഥാനത്ത് ഇവരെല്ലാം കൂടി ഇപ്പം ഒറ്റ ഗ്രൂപ്പായിട്ട് മാറുന്ന ഒരവസ്ഥ. അപ്പം അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കുന്ന നിങ്ങളുടെ പ്രദേശം സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി സമരം ചെയ്തു, ഞങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പരസ്പരം അങ്ങനെ കൂട്ടായിട്ടു. അപ്പൊ ഗവൺമെന്റിന് പാകിസ്ഥാൻ ഗവൺമെന്റ് വലിയ ത്രെട്ട് ആകുന്നു. അല്ലെങ്കിൽ ഇതുപോലെ പാകിസ്ഥാൻ പട്ടാളത്തിന് ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. നിരന്തരം പട്ടാളക്കാരെ കൊല്ലുന്നു, പോസ്റ്റുകൾ കീഴടക്കുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ രീതിയിലേക്ക് ഉള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നേരത്തെ അജ്ഞാതന്മാർ അതിനകത്ത് കയറി ഈ പറയുന്ന ആൾക്കാരെ കൊല്ലുന്ന ഒരവസ്ഥ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മരിച്ച അജ്ഞാതന്മാരൊക്കെ ലോകത്തുടനീളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരാകുമ്പോൾ അത് ഇന്ത്യയിലാവുമ്പോൾ ഇന്ത്യ കൊന്നതാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇന്ത്യയാണ് ഇതിന്റെ പുറകിലെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ആക്ഷേപങ്ങൾ വരുന്നതാണ്. ഇപ്പൊ ഇന്ത്യ ഇതിനൊന്നും ആണോ അല്ലയോ എന്നും വ്യക്തത വരുത്തി കൊടുക്കുന്നതിനൊന്നും പോയിട്ടില്ല. പക്ഷെ ഇതുപോലെ തന്നെ അജ്ഞാതന്മാർ ഈ പറയുന്ന ഓരോരുത്തരെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾക്ക് അല്ലെങ്കിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അജ്ഞാതൻ അല്ലെങ്കിൽ ആരും ഏറ്റെടുക്കാനില്ലാത്ത ഒരു കൂട്ട മരണത്തിന് അവിടെ നേതൃത്വം കൊടുത്തിരിക്കുന്നു. അത് തെഹ്രീക്കെ താലിബാൻ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ പ്രദേശത്ത് നേരത്തെ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ 13 പേർ മരിച്ചു, പട്ടാളക്കാർ മരിച്ചു, അല്ലെങ്കിൽ പട്ടാള വാഹനം തകർത്തു, ചാവേറാണ് തകർത്ത്, അതിന്റെ പിറകിൽ ആരാണെന്നുള്ളതിനെ പറ്റി വ്യക്തതയില്ല, ആരും ഏറ്റെടുത്തിട്ടുമില്ല. ഏതായാലും പാകിസ്ഥാനകത്ത് കൂട്ടമായിട്ട് അജ്ഞാത പട്ടാളക്കാരെ കൊല്ലുന്നതായിട്ട് വേണം കരുതാൻ ഈ ഒരു അനുഭവത്തോടു കൂടി. നേരത്തെ ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതുമില്ലാതെ അജ്ഞാതന്മാർ കൂട്ടമായിട്ട് പട്ടാളക്കാരെ ഉൾപ്പെടെ അല്ലെങ്കിൽ പട്ടാള പോസ്റ്റുകൾ ഉൾപ്പെടെ തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു അസ്ഥിരമായ ഭയാനകമായ അവസ്ഥയുള്ള ഒരു രാജ്യമായിട്ട് മാറുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾക്കും കിട്ടുന്ന വിവരം. യെസ്, എന്തായാലും പാകിസ്ഥാൻ ആർമി, അതായത് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരായ 13ഓളം പേരാണ് കഴിഞ്ഞ ദിവസം ഒരു ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ നമുക്കറിയാം നിരന്തരമായി BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓഫ് ആർമി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, തലവേദനകൾ വേറെയാണ്. സ്വതന്ത്ര രാഷ്ട്രമാകണം എന്നവർ ആവശ്യപ്പെട്ടത് മുതൽ പാകിസ്ഥാൻ സർക്കാരിന് അവർ വലിയ തലവേദന സൃഷ്ടിക്കുന്നു, രാജ്യത്തുടനീളം ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ BLA മാത്രമല്ല, സർക്കാരുമായി ഒത്തുപോകാൻ സാധിക്കാത്ത മറ്റനേകം സംഘടനകൾ, അതിൽ തീവ്രവാദ സംഘടനകൾ ഉൾപ്പെടുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഇത്തരം സംഘടനകളൊക്കെ രാജ്യത്തിനെതിരാണ്, പാകിസ്ഥാനെതിരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആഭ്യന്തര വിഷയം അതീവ രൂക്ഷമാകുന്നു. ഈ പ്രശാന്ത് സാറി സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത്തരത്തിൽ വളർന്നു വരുന്ന സംഘടനകളെ അവർ കണ്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, അതിലൊരു ശ്രദ്ധ പുലർത്താൻ രാജ്യത്തെ സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിന്റെ കൂടെ ഫലമാണ് ഇന്ന് അവർ നൽകേണ്ടി വരുന്ന അവിടുത്തെ ആർമിക്കാരായ പട്ടാളക്കാരായ ആളുകളുടെ ജീവൻ. എന്തായാലും ഈ ഒരു പ്രവിശ്യയിൽ, പാകിസ്ഥാൻ പ്രവിശ്യയിൽ ചാവേർ ആക്രമണം നടത്തിയതിൽ മറ്റൊരു ഭീകര സംഘടനയും അതിന്റെ ഒരു നേതൃത്വം അല്ലെങ്കിൽ തങ്ങളാണ് ചെയ്തത് എന്നത് ഏറ്റെടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ പ്രശാന്ത് സാർ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ ഒരാക്രമണം നടന്നു കഴിയുമ്പോൾ അത് ഏറ്റെടുക്കാൻ മറ്റനേകം ഭീകരവാദ സംഘടനകൾ അല്ലെങ്കിൽ BLA ഉൾപ്പെടെ രംഗത്തെത്താറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ BLA പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളാണ് ചെയ്തത് എന്നത്. പക്ഷേ ഇന്ത്യയല്ല ഇതിന് പുറകിൽ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ശത്രു രാജ്യങ്ങളല്ല ഇതിന് പുറകിൽ എന്നത് വ്യക്തമാണ്. അവിടെ നിന്ന് തന്നെ, രാജ്യത്തിനകത്ത് നിന്ന് തന്നെ രാജ്യത്തിന്റെ പട്ടാളക്കാരുടെ നീക്കങ്ങൾ അറിയാൻ സാധിക്കുന്ന ഏതോ ഒരു ഗ്രൂപ്പാണ് ചെയ്തതെന്നും വ്യക്തം. പക്ഷെ ആരാണെന്നോ എന്ത് സംഭവിച്ചു എന്നോ പാകിസ്ഥാൻ സർക്കാർ ഉൾപ്പെടെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.